ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണ്. പ്രധാന പ്രതിയുടെ ഭാവനക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണ്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയ കാര്യം ഇതാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു നടനെ പറ്റി വന്നു, ആ നടൻ്റെ പിന്നാലെ പോലീസുണ്ട്, വീട്ടിൽ പോലീസ് എത്തി, ചോദ്യം ചെയ്തു. എല്ലാം നുണകളാണ്. സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായൊരു ചിത്രം സൃഷ്ടിക്കാൻ എന്തിനാണ് ഒരു ശ്രമം നടന്നത്? നിയമത്തിൻ്റെ കരങ്ങളിൽ കുറ്റവാളികൾ എത്തുന്നതിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല. സാധാരണക്ക് ആ വഴി സ്വീകരിക്കാൻ പാടില്ല. കുറ്റവാളികൾക്ക് രക്ഷയൊരുക്കിയവരുണ്ടാവും. ആ രക്ഷയൊരുക്കി ആരായാലും അത് കുറ്റം ചെയ്തവരോടൊപ്പം കുറ്റത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവരാണ്. ആ നിലയ്ക്ക് അതിനെ കാണാൻ കഴിയും.